ഹലോ, ഈ കാണുന്ന ടെറസ് നമ്മുടെ വീടിൻ്റെതാണേലും ഇവിടെ അങ്ങനെ കയറി വരാറില്ല കേട്ടോ. കുറേ പണികളോട് ഇനി നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ കയറാറില്ല. പക്ഷേ ഈ അടുത്തായിട്ട് മുറ്റം അടിച്ച് വരുമ്പോൾ നിറയെ മുരിങ്ങപ്പൂക്കൾ വീണ് കിടക്കുന്നത് കാണാം. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഈ മുരിങ്ങപ്പൂ വെച്ചിട്ട് പല കറികളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു തവണ തോരൻ വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയില്ല. അന്ന് മുതൽ വിചാരിക്കുന്നതാണ് നമ്മൾ മുരിങ്ങയില കറി വയ്ക്കുന്നത് പോലെ പരിപ്പിട്ട് മുരിങ്ങപ്പൂ ഒന്ന് കറി വയ്ക്കാമെന്ന്. ആദ്യം തന്നെ അതിലുള്ള അഴുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണ്ടേ. അതോടൊപ്പം തന്നെ കുറച്ച് മുരിങ്ങയില കൂടി എടുത്തിട്ടുണ്ട്. മുരിങ്ങപ്പൂ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പൊട്ടിക്കാൻ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മുരിങ്ങയിലയുണ്ട്, പിന്നെ തേങ്ങ അരച്ചതുണ്ട്. തേങ്ങ മഞ്ഞൾ ചേർത്തിട്ട് അരച്ചതാണേ. പിന്നെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? പിന്നെ നമ്മുടെ സ്ഥിരം ഐറ്റം പരിപ്പ്, തക്കാളി, പച്ചമുളക്. മുരിങ്ങയില വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, തേങ്ങ അരച്ചിട്ടുണ്ട്, തക്കാളിയും പച്ചമുളകും ഉണ്ട്, കുറച്ച് പരിപ്പും ഉണ്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ഒരു കുക്കറിലേക്ക് പരിപ്പ് നല്ല വൃത്തിയായി കഴുകിയിടുന്നുണ്ട്. ആ ഒപ്പം തന്നെ തക്കാളിയും 2 പച്ചമുളകും 1 പിടി കല്ലുപ്പും ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വെച്ച് തിളപ്പിക്കാം. പരിപ്പ് വേവാനായിട്ടുള്ള അത്രയും വിസിലാണ് വേണ്ടത് കേട്ടോ. ഒരു 2-3 വിസിൽ കൊണ്ടൊക്കെ പരിപ്പ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പിടുന്നുണ്ട്. അത് തേങ്ങയും മഞ്ഞളുമാണ് കേട്ടോ അരച്ചിരിക്കുന്നത്. ഇനി അത് മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇളക്കി വെച്ച് ഒന്നുകൂടെ തിളപ്പിക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ ഒരു ചട്ടി വയ്ക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമ്മുടെ മുരിങ്ങപ്പൂവ്, മുല്ലപ്പൂ എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്, മുരിങ്ങപ്പൂവ് ഇട്ട് അതോടൊപ്പം തന്നെ മുരിങ്ങ ഇലയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണ്ടേ. ഇത് ആ പച്ച ചുവയൊക്കെ മാറി ഇത്ര വേവൊക്കെ മതി കേട്ടോ. ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി ആ മുരിങ്ങപ്പൂവും മുരിങ്ങ ഇലയും കൂടി അവിടെ കിടന്ന് വാടുമ്പോഴേക്കും ഇപ്പുറത്ത് നമ്മുടെ പരിപ്പ് തിളച്ചിട്ടുണ്ട്. പരിപ്പും തേങ്ങയും അവിടെ തിള വീണിട്ടുണ്ട്. ഇനി അതെടുത്ത് നമ്മൾ ഈ ചട്ടിയിലേക്ക്, ഈ മുരിങ്ങപ്പൂവിൻ്റെ ഇലയുടെ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ആ ഇല നല്ല രീതിയിലൊന്ന് വേർപെടുത്തി എടുക്കുക. കുറച്ച് കട്ടയായിട്ടൊക്കെ കിടക്കുന്നത് നല്ല രീതിയിലൊന്ന് വേർപെടുത്തി എടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് കടുക് താളിച്ച് കുറച്ച് ഉള്ളി ഇടുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവോളയാണ് ഇട്ടത്. ഇനിയാണ് അതിലേക്ക് ഞാനൊരിത്തിരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ആ മുളക് പൊടി കടുക് താളിക്കുമ്പോൾ ചേർത്തിട്ട് അതിങ്ങനെ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ കറി കാണാൻ തന്നെ ഒരു സെറ്റപ്പായില്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ മുളക് പൊടി ചേർത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യാത്തൊരു ടിപ്പാണെങ്കിൽ ഈ കറി വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രുചികരമായിട്ടുള്ള കറിയായിരുന്നു. ഉച്ചയ്ക്ക് അത് കൂട്ടി നല്ല രീതിയിൽ ചോറ് കഴിച്ചു. മുരിങ്ങപ്പൂവ് ഇങ്ങനെ എടുത്ത് കാണിക്കാനൊന്നും ഇപ്പോൾ പറ്റുന്നില്ല കേട്ടോ. അതിന് നല്ലപോലെ ലയിച്ച് ചേർന്നിട്ടുണ്ട്. നമ്മൾ മുരിങ്ങയില കറി വെക്കൂലേ, ആ ടേസ്റ്റ് തന്നെയല്ല, ആ കൂടെ എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടി ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.